Dear friends, ഹിസ്റ്ററിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പാർട്ട് സെക്കൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ കാണുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്, ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടരുന്നത്. 2, ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക സാമ്പത്തിക മേഖല പ്രഖ്യാപിച്ചത് കാർലൈലാണ്. ഇന്ത്യയിൽ വാറ്റ് നടപ്പിലാക്കിയത് 2005 1ഉം 2ഉം മാത്രം ശരി, എല്ലാം ശരി. പ്രസ്താവനകൾ നോക്കാം. താഴെ കാണുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക സാമ്പത്തിക മേഖല ആരംഭിച്ചത് കാർലൈലാണ്. ഇന്ത്യയിൽ വാറ്റ് നടപ്പിലാക്കിയത് 2005 1ഉം 2ഉം മാത്രം ശരിയാണ്, എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടരുന്നത്. ഈ ഒരു ഫാക്റ്റ് ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണ്. ഇന്ത്യ മിശ്ര സമ്പദ് അല്ലെങ്കിൽ മിക്സഡ് ഇക്കോണമിയാണ് ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്തു കൂടെ നമ്മൾ ഗവൺമെൻറ് പിന്തുടരുന്ന സമ്പദ് വ്യവസ്ഥ, അതാണ് നമ്മൾ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതേസമയം മറുഭാഗത്ത് ജനങ്ങൾക്ക് സ്വതന്ത്രമായി തുടങ്ങാം, അതിനാണ് നമ്മൾ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു, നമ്മൾ സാമ്പത്തിക സ്ഥിതി ഏത് രീതിയിൽ ഫോളോ ചെയ്യണമെന്നുള്ളത്. മുതലാളിത്ത രീതി ഫോളോ ചെയ്യണോ അതോ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഫോളോ ചെയ്യണം? ഈ കൺഫ്യൂഷൻ വന്ന് നെഹ്റു ഗവൺമെൻറ് തീരുമാനിച്ചത് നമുക്ക് രണ്ടും ഒരുമിച്ച് ഫോളോ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു ഭാഗത്തുകൂടെ ഗവൺമെൻറ് കൊണ്ടുപോകുന്നതാണ് നമ്മളത് പൊതുമേഖലാ സ്ഥാപനവും, അതേസമയം മറുഭാഗത്തുകൂടെ ജനങ്ങൾ സ്വതന്ത്രമായി പിന്തുടരുന്നത് മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്ടറും. അപ്പോൾ ഒരേ സമയം നമ്മൾ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഇനി രണ്ടാമത്തെ ഫാക്റ്റ് എടുക്കാം. ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക സാമ്പത്തിക മേഖല ആരംഭിച്ചത് കാർലൈലാണ്. സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന് പറയും. നമുക്കറിയാം, ഏതെങ്കിലും പ്രത്യേക റീജിയൻ ഭാഗങ്ങളിൽ സാമ്പത്തിക വളർച്ച വളരെ കുറവാണെങ്കിൽ അവിടെ പ്രത്യേക സാമ്പത്തിക വളർച്ച നേടിയെടുക്കാൻ വേണ്ടി പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ സെസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. അപ്പോൾ സെസ് എന്നൊരു ഫ്രീ ടാക്സ് ഏരിയ ആയിരിക്കും. അവിടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിന് ടാക്സ് ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം അവിടെ നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ആദ്യത്തെ 10 വർഷം 25% ടാക്സ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നത്തെ 10 വർഷം 50, പിന്നെ 75. അങ്ങനെയാണ് നമ്മൾ ഒരു 40 വർഷം കൊണ്ട് അവിടെ പരിപൂർണമായ ടാക്സ് ഉണ്ടാകുക എന്നർത്ഥം. അപ്പോൾ ആ കാലയളവിൽ അവിടെ വളരെ പ്രത്യേകമായി വളരെ വേഗത്തിൽ തന്നെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കാവുന്നതാണ്. ഇതിനാണ് നമ്മൾ സെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സെസ് ആരംഭിച്ച എവിടെ, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ആരംഭിച്ചത് കാർലൈലാണ്. സംശയം നമ്മുടെ 1963 കാലഘട്ടത്ത് കാർലൈലാണ്. കാർല തുറമുഖം നമുക്കറിയാം, ഗുജറാത്തിലെ തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഒരേ ഒരു വേലിയേറ്റ തുറമുഖം എന്നറിയപ്പെടുന്നതും കാർല തുറമുഖമാണ് ഗുജറാത്ത്. ഈ ഗുജറാത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അല്ലെങ്കിൽ പ്രത്യേക സാമ്പത്തിക മേഖല ആരംഭിച്ചത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. ഇന്ത്യയിൽ വാറ്റ് നടപ്പിലാക്കിയത് 2005. വാറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ അഡഡ് ടാക്സ്. ഇതാണ് വാറ്റ്. വാറ്റ് ലോകത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. വാറ്റ് ലോകത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ രാഷ്ട്രം ഫ്രാൻസിലാണ്. ഇന്ത്യയിൽ വാറ്റ് നടപ്പിലാക്കിയത് 2005. സംശയമൊന്നും വേണ്ട, ഇന്ത്യയിൽ വാറ്റ് അല്ലെങ്കിൽ വാല്യൂ അഡഡ് ടാക്സ് നടപ്പിലാക്കിയത് 2005. ഇനി അതിനോട് ശേഷം വാറ്റ് നമ്മൾ ഒഴിവാക്കിയാണ് പിന്നെ നമ്മൾ GST വന്നത്, ഗുഡ് സർവീസ് ടാക്സ്. അത് വന്നത് 2017 ജൂലൈ 1 നമ്മൾ വാറ്റ് ഒഴിവാക്കി നമ്മൾ ഏത് വന്നത് GST അല്ലെങ്കിൽ ഗുഡ് സർവീസ് ടാക്സ് നിലവിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ ഫോളോ ചെയ്യുന്നു, ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക മേഖല ഏർപ്പെടുത്തിയത് കാർലൈലാണ്. ഇന്ത്യയിൽ വാറ്റ് നടപ്പിലാക്കിയത് 2005. ഇതിലെല്ലാ ഫാക്റ്റുകളും ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ഫസ്റ്റ് പോയിന്റ് എടുക്കാം. അനുച്ഛേദം 112 പ്രകാരമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 1924 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വേർതിരിച്ചു. 2017 രണ്ട് ബഡ്ജറ്റും ഒന്നിപ്പിച്ചു. നമുക്ക് നോക്കാം.
അനുച്ഛേദം 112 പ്രകാരമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ശരിയാണ്. നമുക്കറിയാം മണി ബിൽ അല്ലെങ്കിൽ ധനകാര്യ ബിൽ എന്ന ആർട്ടിക്കിൾ 110ഉം ബഡ്ജറ്റ് എന്ന് പറയുന്നത് 112ഉമാണ്. നമ്മുടെ ഭരണഘടനയിൽ ബഡ്ജറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. എന്താ പറയുക? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ ഭരണഘടനയിൽ ബഡ്ജറ്റിന് പകരം പറയുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ആണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 2-3 വർഷങ്ങളായി അതിന് ചെറിയ മാറ്റമുണ്ട്, എങ്കിലും ഓർത്ത് വയ്ക്കുക, ഫെബ്രുവരിയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്തായാലും ആർട്ടിക്കിൾ 112 പ്രകാരമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഫാക്ട് ശരിയാണ്. രണ്ടാമത് 1924 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വേർതിരിച്ചു. ഈ ഫാക്ട് ശരിയാണ്. ആക്വർത്ത് കമ്മീഷൻ എന്ന് പറയും. ആക്വർത്ത് കമ്മീഷൻ 1919 മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരം 1919 മൊണ്ടാഗു ചെംസ്ഫോർഡ് ആക്ട് പ്രകാരമാണ് ആക്വർത്ത് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ഈ ആക്വർത്ത് കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുപാർശയായിരുന്നു എന്ത്? റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ 1924 മുതൽ നമ്മുടെ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വേർതിരിച്ചാണ് അവതരിപ്പിച്ചത്. 1924 മുതൽ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വേർതിരിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് ആരംഭിക്കുന്നത് 1860 ലോർഡ് കാനിങ്ങിൻ്റെ കാലഘട്ടത്താണ്. 1860 ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത്. അതിനുശേഷം ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരം 1924 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വേർതിരിച്ചു. അപ്പോൾ അത് രണ്ടാമത് പറഞ്ഞ ഫാക്റ്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ ഫാക്റ്റ് നോക്കാം. 2017 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒന്നിപ്പിച്ചു, യൂണിഫൈ ചെയ്തു. 2017 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒന്നിപ്പിച്ചു. ഈ ഫാക്റ്റും ശരിയാണ്. ഒരു ബിബേഗ് ദിബ്രോയ് കമ്മിറ്റി ശുപാർശ പ്രകാരം 2017 മുതൽ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2017 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒന്നിച്ചതിന് ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. 2017 രണ്ട് ബഡ്ജറ്റും ഒന്നിപ്പിച്ചതിന് ശേഷം ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ 3 ഫാക്റ്റുകളും ശരിയാണ്. അനുച്ഛേദം 112 പ്രകാരമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ശരിയാണ്. 1924 റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വേർതിരിച്ചു. അതും ശരിയാണ്. 2017 രണ്ട് ബഡ്ജറ്റും ഒന്നിപ്പിച്ചു. എല്ലാം ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫാക്റ്റ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഈ പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചത് 1931 കറാച്ചി സമ്മേളനത്തിലായിരുന്നു. കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. കറാച്ചി സമ്മേളനത്തിൽ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചിരുന്നു. 1ഉം 2ഉം ശരിയാണ്. എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫാക്റ്റ്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചത് 1931 കറാച്ചി സമ്മേളനത്തിലായിരുന്നു. ഈ ഫാക്റ്റ് ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1931 കറാച്ചി സമ്മേളനത്തിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും ചർച്ച ചെയ്തതും 1931 കറാച്ചി സമ്മേളനത്തിലായിരുന്നു. അതിൽ തന്നെയാണ് ഈ പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഫാക്റ്റ് ശരിയാണ്. രണ്ടാമത്തെ ഫാക്റ്റ്, കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഒരു സംശയം വേണ്ട, അന്നത്തെ 1931 കറാച്ചി സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയപ്പെടുന്നത്. മറക്കണ്ട, ഈ പറഞ്ഞ കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. അതോടൊപ്പം തന്നെ മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞ ഫാക്റ്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ, കറാച്ചി സമ്മേളനത്തിൽ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഈ ഒരു ഫാക്റ്റിലാണ് പൊതുവെ സംശയങ്ങൾ ഉണ്ടാവാറ്. ശ്രദ്ധിക്കുക, കറാച്ചി സമ്മേളനത്തിൽ പൊതുവെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ. എങ്കിലും ഓർത്തുക, കറാച്ചി സമ്മേളനത്തിൽ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പ്രസ്താവനകളിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചത് 1931 കറാച്ചി സമ്മേളനത്തിലായിരുന്നു. അത് ശരിയാണ്. കറാച്ചി സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അതും ശരിയാണ്. കറാച്ചി സമ്മേളനത്തിൽ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ 3 ഫാക്റ്റുകളും ശരിയാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും 3 ചോദ്യങ്ങളും അതിൻ്റെ പ്രസ്താവനകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുമായി പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം.
ഓക്കെ.